ക്വസ്റ്റ്യൻ നമ്പർ 21 JEE Main 2024 ഫേസ് 1 29-ാം തീയതി മോർണിംഗിൽ നടന്ന പരീക്ഷ ഷിഫ്റ്റ് 1-ലെ ചോദ്യം നോക്കാം. 21-ാമത്തെ ചോദ്യം. നമ്പർ ഓഫ് ദ കോമ്പൗണ്ട്സ് വിത്ത് 1 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഓൺ ദ സെൻട്രൽ ആറ്റം എമംഗ് ദ ഫോളോയിങ്. ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ് ആയിട്ട് നമുക്ക് പറയാം അല്ലേ. കെമിക്കൽ ബോണ്ടിങ്ങിലാണല്ലോ ഇങ്ങനെ മോളിക്യൂളും അതിൻ്റെ ലോൺ പെയർ ബോണ്ട് പെയർ ഒക്കെ നമ്മൾ പഠിക്കുന്നത്. ഓസോൺ, ഓൾ ഓഫ് യു നോ സ്ട്രക്ചർ ഓഫ് ഓസോൺ. ഓ ഡബിൾ ബോണ്ടോ കോർഡിനേറ്റ് ബോണ്ടോ ആണ്. ഓക്സിജന് ഈ സെൻട്രൽ ആറ്റം ഓക്സിജന് ചുറ്റുപാടും 6 ഇലക്ട്രോണിലെ 2 ഡബിൾ ബോണ്ട് ഉണ്ടാക്കി അടുത്ത 2 കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കിയാൽ ലോൺ പെയർ. അപ്പോൾ ഇത് നമ്മളുടെ ആൻസറാണ്. വാട്ടർ അറിയാവുന്നതാണ് അല്ലേ. HOH 2 ലോൺ പെയർ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഉത്തരമല്ല. SF4 എന്ന് പറഞ്ഞാൽ സൾഫറിന് ചുറ്റുപാടും 6 ഇലക്ട്രോൺസിലെ 4 ഫ്ലൂറിനായിട്ട് കണക്ട് ചെയ്യണം അല്ലേ അല്ലേ. ബാക്കി 2 ഉണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരമാണ് സീസോ സ്ട്രക്ചർ അല്ലേ. ClF3 ക്ലോറിന് ചുറ്റുപാടും 3 ഫ്ലൂറിൻ അല്ലേ. എങ്ങനെയാണ് Cl F F F 2 ലോൺ പെയർ വരില്ലേ അല്ലേ. T ഷേപ്പ്, ബെൻഡ് T ഷേപ്പ്. അപ്പോൾ നമ്മുടെ ഉത്തരമല്ല. ഇനി NS3 ഓഫ് കോഴ്സ് യുനോ നൈട്രജന് ചുറ്റുപാടും 3 ഹൈഡ്രജനായിട്ടുള്ള കണക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരു ലോൺ പെയറിലേ പറയാറ്. സോ നമ്മുടെ ഉത്തരമാണ്. ആൻഡ് BRF5 ബ്രോമിന് ചുറ്റുപാടും 5 ഫ്ലൂറിനാണ്. ഓക്കെ. അപ്പോൾ ബ്രോമിലെ 7 ഇലക്ട്രോണിൽ 5 ഷെയർ ചെയ്താൽ ബാക്കി ഒരെണ്ണമാണ് വരിക. ഇനി BRF5ൻ്റെ ഷേപ്പ് F F F F സ്ക്വയർ പിരമിഡ്. ഓക്കെ. അപ്പോൾ അത് നമ്മളുടെ ഉത്തരമാണ്. ആൻഡ് XeF4 സ്ക്വയർ പ്ലാനറാണ്. എക്സിക്ക് ചുറ്റുപാടും 4 ഫ്ലൂറിനുണ്ട്. ഓക്കെ. അതുകൂടാതെ ലോൺ പെയർ അല്ലേ. 2 ലോൺ പെയർ വന്നു. നമ്മുടെ ഉത്തരമല്ല. അപ്പോൾ ചോദിച്ചുള്ളത് നമ്പർ ഓഫ് ദ കോമ്പൗണ്ട്സ് വിത്ത് 1 ലോൺ പെയർ ആണ്. സോ ആൻസർ 4 ആയിരിക്കും വരിക കേട്ടോ. ഞാനതിൻ്റെ ഷേപ്പുകൾ കൂടെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കെമിക്കൽ ബോണ്ടിങ് ആണ് പാഠം. ഇതും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കറിയാവുന്ന സ്ട്രക്ചർ തന്നെയാണ് കേട്ടോ. ഓക്കെ.